ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സുന്ദരമായ സ്ത്രീയുടെ ആത്മാവിനെ വ്യക്തമാക്കുന്ന 10 അപൂർവ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തിത്വങ്ങളുടെ 10 ഗുണങ്ങളുണ്ടായിരിക്കും. ഈ നല്ല സ്ത്രീ വ്യക്തിത്വങ്ങൾ അവർ വളരെ കരുണയും സഹാനുഭൂതിയും ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദനയിലും മറ്റ് എന്ത് പ്രയാസങ്ങൾ വന്നാലും അവർ ഒരേപോലെ അതിൽ ഇൻവോൾവ് ആവുകയും എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന വ്യക്തികളായിരിക്കും. 2, ഇവർ ഓണസ്റ്റ് ആയിരിക്കും, സത്യസന്ധരായിരിക്കും. അവരുടെ വാക്കും പ്രവൃത്തികളും ഒരേ തരത്തിലുള്ളതായിരിക്കും. അവർ ആരെയും ചീറ്റ് ചെയ്യത്തില്ല, വഞ്ചിക്കുകയോ കപടത കാണിക്കുകയോ ചെയ്യത്തില്ല. ഞങ്ങളുടെ ചുറ്റുപാട് ഇത്തരം വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ അവരെ നല്ല വ്യക്തികളുടെ സയൻസാണ്, അവരുടെ ലക്ഷണങ്ങളാണ്. 3, അവർ സിമ്പിളായിരിക്കും, വളരെ വിനയമുള്ള വ്യക്തികളായിരിക്കും. അവർക്ക് ലഭിക്കുന്ന വളരെ നല്ല വിജയങ്ങൾ പോലും അവർ ആ വിജയത്തിൽ അഹങ്കരിക്കാറില്ല. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വന്നാലും പ്രയാസങ്ങൾ വന്നാൽ അതും അവർ ഉള്ളിൽ ഒതുക്കി അവർ മറ്റുള്ളവരോടത്ത് അത് പറഞ്ഞു കൊണ്ട് നടക്കില്ല. അവർ രഹസ്യമായിട്ട് തന്നെ, അല്ലെങ്കിൽ അത് പബ്ലിസിറ്റി കൂടാതെ തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ അവർ തന്നെ കണ്ടെത്തുകയും ചെയ്യും. പിന്നെ ഇത്തരം വ്യക്തികൾ 4, ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിരിക്കും. അവർ ഒരു താഴ്ചയിലും അവർ പതറുകയില്ല. അവരുടെ കോൺഫിഡൻസിന് ഒരിക്കലും ഒരു പ്രശ്നവും വരില്ല. ഏത് വിഷമഘട്ടങ്ങളിലും അവർ വളരെ സധൈര്യം, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻ്റുള്ള വ്യക്തിത്വങ്ങളായിരിക്കും ഇവർ. 5, അവർ എപ്പോഴും ഓപ്പൺ മൈൻഡഡാണ്. അവർ റെഡി ടു അക്സെപ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും പുതിയ ഐഡിയാസ് കൊണ്ടുവന്നാൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും ഓൾവേസ് റെഡി ടു ലേൺ. അവർ ലേൺ ചെയ്യാനും. ചിലർ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് നീഡ് ടു ടീച്ച് മീ, ഐ നോ എവരിതിങ്. ഇപ്പം ഇത്തരം വ്യക്തിത്വങ്ങൾ അവർ പുതിയ ഐഡിയാസ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവരെപ്പോഴും ഇൻട്രസ്റ്റ് കാണിക്കുന്ന വ്യക്തികളായിരിക്കും. ഇവരുടെ 6ാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവർ വളരെ ക്ഷമയുള്ളവരായിരിക്കും. അവരെ വേദനിപ്പിച്ചവരെ പോലും അവരുടെ മനസ്സിന് അവർക്ക് മാപ്പ് കൊടുക്കാനും അവരോട് ക്ഷമിക്കാനും അവരെപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ക്ഷമിക്കുന്നവരായിരിക്കും. അതാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ബി പേഷ്യൻ്റ് ആയിരിക്കും, വളരെ ക്ഷമയുള്ളവരായിരിക്കും. അതുകൊണ്ട് അവരൊക്കെ ജീവിതത്തിൽ വളരെ ഉന്നതിയിൽ എത്താൻ കഴിയും. 7, അവർ വളരെ സ്നേഹശീലരായിരിക്കും. അവരെപ്പോഴും അവരുടെ പ്രസൻസ്, ഇവരിപ്പോൾ ആരുടെങ്കിലും ചില വ്യക്തികളുണ്ടല്ലോ നമ്മളടുത്തൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ്. അതുപോലെ ഇവരുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വളരെ കംഫർട്ടായിരിക്കും, വളരെ ഒരു കംഫർട്ട് ഫീലിംഗ് വരും. ചില വ്യക്തികൾ അങ്ങനെയാണ്. അവർ നമുക്കെല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വ്യക്തികൾ നമ്മളടുത്തൊക്കെ വരുമ്പോൾ നമുക്ക് അവരോടൊരു സന്തോഷവും നമുക്കൊരു ഉണർവും ഒക്കെ ഉണ്ടാവും. അപ്പം 8, നിസ്വാർത്ഥത. അവർ ആർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും, പ്രതിഫലം കൂടാതെ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, എന്ത് ചെയ്താലും അതിന് കൂലി നിൽക്കുന്നവരാണ്. ഇവൻ ക്ലോസ് ബന്ധത്തിൽപ്പെട്ടവരായിരുന്നാലും ഏത് കാര്യങ്ങളും കുനിഞ്ഞു നിരുന്നതിന് നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഈ വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതയാണ്. അവർ നിസ്വാർത്ഥമായ സേവനമായിരിക്കും ചെയ്യുന്നത്. ആരൊക്കെ കുടുംബത്തിനായിരുന്നാലും സൊസൈറ്റിക്കായിരുന്നാലും അവരെ കൊണ്ടുവെക്കുന്ന
പിന്നെ പ്രതിഫലം കൂടാതെ ആ ഒരു സേവന മനോഭാവമുള്ള വ്യക്തികളായിരിക്കും. മൗനത്തെ അടുത്ത 9 അവർ മൗനത്തെ വിലമതിക്കുന്നത്. അവരെങ്ങനെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. ചിലർ കണ്ടില്ലേ, ഭയങ്കര ടോക്കേറ്റീവ് ആയിരിക്കും. അത് ചില സമയത്ത് നമുക്ക് വളരെ അരോചകമായിരിക്കും. കാര്യങ്ങൾ പറയുന്നതിന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രം സംസാരിക്കുകയും കൂടുതൽ സമയം അവർ മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്നതിനായിരിക്കും, ലിസൺ ചെയ്യുന്നതിനായിരിക്കും അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ലെസ് ടോക്കിങ്ങും കുറച്ച് സംസാരവും കൂടുതൽ ലിസണിങ്ങും ആയിരിക്കും. അങ്ങനെയാണ് അവർ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം നല്ല വ്യക്തികൾ അങ്ങനെയാണ്. മറ്റുള്ളവരിൽ നിന്നും അവർ പറയുന്ന കേട്ടിട്ട് അപ്പം നമ്മളെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പഠിക്കുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മളൊന്നും പഠിക്കത്തില്ല. പിന്നെ 10ാമത്തെ ആത്മപരിശോധന. അവർ എല്ലാ ദിവസവും അവർ ഒരു സ്വയം വിമർശനം നടത്തി എവിടെയൊക്കെ അവരൊക്കെ മിസ്റ്റേക്ക് പറ്റി. അപ്പം നമ്മളെ സെൽഫ് ക്രിറ്റിസിസം ചെയ്യണം. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. അപ്പോൾ അത് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കണം, സെൽഫ് അസസ് ചെയ്തിട്ട് അത് എവിടെയൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനും ജയിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന വിമൻസ് ബ്യൂട്ടി. ഇപ്പം എന്നായിരുന്നാലും അതുപോലെ തന്നെ, ഞാൻ ഇന്ന് സബ്ജക്റ്റ് ഇതായതുകൊണ്ട് ഇത് പറയുന്നേ ഉള്ളൂ. അപ്പം അവരുടെ ബ്യൂട്ടി എന്ന് പറയുന്ന ഈ എക്സ്റ്റേണൽ, പുറമേ കാണുന്ന ബാഹ്യ ഭംഗിയല്ല. അവരുടെ ഈ ആന്തരിക സൗന്ദര്യം, ഹൃദയത്തിൻ്റെ വിശാലത, അതിൻ്റെ നിഷ്കളങ്കത, അല്ലെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ ഈ 10 കാര്യങ്ങൾ ഉള്ള, അതാണ് അവരുടെ ബ്യൂട്ടി, അവരുടെ ഭംഗി എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ ബൈ.